കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വാർത്തയായിരുന്നു തൃശൂർ ചന്തപ്പുരയിലെ ഒരു ഫ്ളാറ്റിനുള്ളിൽ ഫ്രിഡ്ജിനുള്ളിൽ ഭ്രൂണം കണ്ടെത്തിയ സംഭവം. സാധാരണ ഒരു കുടുംബം താമസിക്കുന്ന ഫ്ളാറ്റിനുള്ളിൽ ഇത്തരമൊരു കാഴ്ച പ്രതീക്ഷിക്കാത്ത പോലീസും നാട്ടുകാരും ഒരേപോലെ അമ്പരപ്പിലാണ്. സംഭവത്തിൽ ദമ്പതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും പുറത്തുവരുന്ന മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടാണ് ചന്തപ്പുരയിലെ റോസ് വില്ല ഫ്ളാറ്റിൽ അസ്വാഭാവികമായ എന്തോ നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരം പോലീസിന് ലഭിക്കുന്നത്. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഫ്ളാറ്റിൽ വിശദമായ പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് അടുക്കളയിലെ റെഫ്രിജറേറ്ററിനുള്ളിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ച നിലയിൽ ഭ്രൂണം കണ്ടെത്തിയത്. ആമി എന്നെഴുതിയ ചെറിയ പെട്ടിക്കുള്ളിലായിരുന്നു ഭ്രൂണം ഉണ്ടായിരുന്നത്. ഏകദേശം 3 മാസം വളർച്ചയെത്തിയ ഭ്രൂണമായിരുന്നു അത്. ഒരു ജീവന്റെ തുടുപ്പ് ഇത്തരത്തിൽ ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ചത് എന്തിനാണെന്ന ചോദ്യമാണ് പോലീസിനെ പ്രധാനമായും അലട്ടുന്നത്. സംഭവത്തെ തുടർന്ന് ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന യുവദമ്പതികളെ പോലീസ് ഉടൻ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ യുവതി നൽകിയ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. യുവതിയുടെ മൊഴിയിലെ പ്രധാന കാര്യങ്ങൾ നോക്കിയാൽ താൻ 3 മാസം ഗർഭിണിയായിരുന്നുവെന്നും കഴിഞ്ഞ 20-ാം തീയതി അപ്രതീക്ഷിതമായി ഗർഭമലസുകയായിരുന്നുവെന്നുമാണ് യുവതി പറയുന്നത്. മുൻപ് നേഴ്സിംഗ് പഠിച്ചിട്ടുള്ള താൻ ആശുപത്രിയിൽ പോകാതെ തന്നെ ഭ്രൂണം സ്വയം വേർപെടുത്തിയെന്നും യുവതി അവകാശപ്പെടുന്നു. ഭ്രൂണം എന്തു ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടും കളയാനുള്ള മടി കൊണ്ടുമാണ് താൽക്കാലികമായി പെട്ടിയിലാക്കി റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചെന്നാണ് അവരുടെ വിശദീകരണം. എന്നാൽ ഗർഭമലസൽ നടന്നാൽ സാധാരണ നിലയിൽ ആരും സ്വയം ഭ്രൂണം നീക്കം ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കാറില്ല എന്നതുകൊണ്ട് തന്നെ ഈ മൊഴിയിൽ വലിയ അവിശ്വസനീയതയുണ്ടെന്ന് പോലീസ് കരുതുന്നു. ഈ കേസിലെ ദുരൂഹത നീക്കാൻ ശാസ്ത്രീയ തെളിവുകൾ അത്യാവശ്യമാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. ഫ്ളാറ്റിൽ നിന്ന് രക്തക്കറകളും മറ്റ് ജൈവ അവശിഷ്ടങ്ങളും ശേഖരിക്കാൻ സയന്റിഫിക് വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ട്. ഗർഭചിത്രം നടന്നത് ഫ്ളാറ്റിൽ വെച്ച് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ ഇത് സഹായിക്കും. ഭ്രൂണം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ഇതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ഭ്രൂണത്തിന് എത്രമാത്രം വളർച്ചയുണ്ടായിരുന്നുവെന്നും മരണം സംഭവിച്ചത് എങ്ങനെയെന്നും വ്യക്തമാകും. ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ഗർഭചിത്രം നടത്തിയതാണോ എന്ന കാര്യത്തിലും ഇതിലൂടെ വ്യക്തത വരും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. യുവതി നേഴ്സിംഗ് പഠിച്ച ആളായതുകൊണ്ട് തന്നെ കൃത്യമായ വൈദ്യസഹായം തേടാതെ ഇത്തരമൊരു പ്രവൃത്തി നടത്തിയതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് പോലീസ് സംഘം പരിശോധിക്കും. നിയമവിരുദ്ധമായി ഗർഭഛിദ്രം നടത്തിയതാണെന്ന് തെളിയുകയാണെങ്കിൽ ഈ ദമ്പതികൾക്കെതിരെ കൂടുതൽ കടുത്ത വകുപ്പുകൾ ചുമത്തും. കേസിൽ വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിലും അവരെ കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ ഈ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഭ്രൂണമടങ്ങിയ പെട്ടിയിൽ ആമി എന്ന് എഴുതിയത് എന്തിനാണ്? അത് കുട്ടിക്കായി കരുതിയിരുന്ന പേരാണോ അതോ മറ്റെന്തെങ്കിലും സൂചനയാണോ? ഗർഭമലസൽ നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ വിവരം പുറത്തറിയിച്ചില്ല? നേഴ്സിംഗ് പരിജ്ഞാനമുള്ള ഒരാൾ എന്തുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ ഇതിനെ സമീപിച്ചില്ല? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അയൽവാസികളിൽ നിന്നും ഫ്ളാറ്റിലെ മറ്റ് താമസക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും വരുന്നതോടെ ചന്തപ്പുരയിലെ ഈ നടക്കുന്ന സംഭവത്തിന്റെ പിന്നിലെ യഥാർത്ഥ സത്യം പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം.